بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൽ പ്രിയങ്കരായി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പരമാവധി ആദരപൂർവ്വം അനുധാവനം ചെയ്ത് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ഖിയാമത്ത് നാളിൽ മുത്തഖികളോട് ഒരുമിക്കാനും ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻഫാലിലെ 25-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടത്. വത്തഖു ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വത്തഖു ഫിത്നത ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ അക്രമികളെ മാത്രമായിട്ടല്ലാതെ അക്രമികളുമല്ലാത്തവരുമായ നല്ലവരുമല്ലാത്തവരുമായ എല്ലാവരെയും ഒരുപോലെ ബാധിക്കാൻ സാധ്യതയുള്ള ആപത്തുകളെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ് എന്നുള്ളവർ, അല്ലാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുകയും വേണം. ഇത്തരമൊരു ആയത്ത് ഇപ്പോഴെന്താണ് പ്രസക്തി എന്ന ചോദ്യത്തിന്റെ ഉത്തരം, നമ്മൾ ഇന്നലെ ചില വാർത്തകൾ അത്ഭുതത്തോടെ അല്ലെങ്കിൽ ഞെട്ടലോടുകൂടി കേട്ടവരാണ്. ലോകത്ത് ഏറ്റവും വിശ്വസ്തമായ സുരക്ഷിതമെന്ന് വിശ്വസിച്ചിരുന്ന, ബാക്കി നമുക്കറിയാലോ, പറയേണ്ട ആവശ്യമില്ല, ഒരു യാത്രാവാഹനം നിമിഷങ്ങൾക്കുള്ളിൽ കത്തിച്ചാമ്പലായി അതിനുള്ളിലുള്ളവരെല്ലാം
ഒന്നോ രണ്ടോ പേരൊഴുകി മരണപ്പെട്ടത് നമ്മൾ കേട്ടു. നമ്മൾ കരുതിയിരിക്കേണ്ടുന്ന ഒരു കാലമാണിത് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി പഠിപ്പിച്ച കാര്യങ്ങളിൽ ഒന്ന് വളരെ പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ മരണങ്ങൾ വർദ്ധിക്കും എന്നാണ്. ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കുകയല്ല, മനുഷ്യർക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട മഹത്തായ അനുഗ്രഹമായി അല്ലാഹു എടുത്തു കാണിച്ച ഒരു സംഗതി, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ന്യായവാദങ്ങളിൽ ഒന്ന്, വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാത്താ ലിതസ്ലുകൂ മിൻഹാ സുബുലൻ ഫിജാജാ എന്ന, ജനങ്ങളെ ഭൂമി നിങ്ങൾക്കൊരു പരവതാനി പോലെ വിശാലമാക്കി തന്നതും അവിടെ നിങ്ങൾക്ക് സൗകര്യപ്രദമായ യാത്രാ പഥങ്ങൾ ഏർപ്പെടുത്തി തന്നതും അല്ലാഹുവാണെന്ന് നിങ്ങൾ ഓർക്കണം, അതിന് നിങ്ങൾ നന്ദി കാണിക്കണം എന്നാണ്. അത് വകവെക്കാതെ 950 കൊല്ലത്തിന് ശേഷം ആ നാടിനെ മുച്ചൂടും അല്ലാഹു മുടിച്ചപ്പോൾ അവിടെ സത്യവിശ്വാസികളോടൊരു കൂട്ടത്തിൽ അല്ലാഹു നൽകിയ മഹത്തായ നിഅമത്തുകളായി പറഞ്ഞതും അല്ലാഹു വസ്സുനൽ ഫുൽക ബിഅയുനിനാ വവഹീനാ എന്നാണ്. നമ്മൾ നിർദ്ദേശിക്കുന്ന വിധത്തിൽ നാം കാണിച്ചു തരുന്ന രൂപത്തിൽ താങ്കൾ ഒരു കപ്പൽ ഉണ്ടാക്കിക്കൊള്ളുക എന്നാണ്. ആ കപ്പലിന്റെ നിർമ്മാണം കഴിഞ്ഞ് അവിടെ മഹാപ്രളയം രൂപപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഹമല്ലാഹു അലാ ദാത്തി അൽവാഹി വദുസുർ, സത്യവിശ്വാസികളായ ആ ന്യൂനപക്ഷത്തെ ആ വാഹനത്തിലാണ് അല്ലാഹു രക്ഷപ്പെടുത്തിയത് എന്ന്. ആ വാഹനം ഇങ്ങനെ വഹിയ തജ്രീബിഹിം ഫീ മൗജിക്കൽ ജിബാൽ, പർവ്വത സമാനം അലയടിക്കുന്ന തിരമാലകളൊക്കെ മുകളിലൂടെ ആ കപ്പൽ ഇങ്ങനെ സുരക്ഷിതമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമ കണ്ടു. അപ്പൊ കിളീബ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമ മകനെ വിളിച്ചു പറഞ്ഞു, യാ ബുനയ്യർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ, മോനെ ഈ കപ്പലിൽ കയറടാൻ, നീ ഒരു നിഷേധിയാവരുത്. ഏതായിരുന്നു ആ കപ്പൽ? അതൊരു കേവലം യാത്രാവാഹനമല്ല, പിന്നെയോ അത് തൗഹീദിന്റെ സഫീനത്തു തൗഹീദ് എന്ന മുഫസ്സിറുകൾ ആ കപ്പലിന് പേരിട്ടത്. അത് തൗഹീദിന്റെ കപ്പലായിരുന്നു. അവിടെ മുതൽ വാഹനവുമായിട്ടുള്ള മനുഷ്യകുലത്തിന്റെ ബന്ധം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പലയാവർത്തി പല തലങ്ങളിൽ പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖ്നാഹും മിനത് ത്വയ്യിബാത് വഫളൽനാഹും അലാ കസീർ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ എന്ന സൂറത്ത് ഇസ്രാഇന്റെ 66-ാമത്തെ വചനത്തിൽ കാണാം. വലഖദ് കറംനാ ബനി ആദം, ഇതര ജീവി വർഗങ്ങളെക്കാൾ കൂടുതലായി നാം മാനവതയെ, മനുഷ്യനെ ആദരിച്ചിട്ടുണ്ട്. ആ ആദരവിന്റെ സൂചനയായി, തെളിവായി, ലക്ഷണമായി നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും അവർക്ക് നാം സഞ്ചാര സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെന്ന. അവർക്ക് നാം കടലിലും കരയിലും സഞ്ചാര സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിരുന്നു. ഞാനിതൊക്കെ പറയാൻ കാരണം, ഇന്ന് ഏറ്റവും അത്യാധുനികമായ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ നമ്മളിൽ ബഹുഭൂരിപക്ഷത്തിനും ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു മഹത്തായ നിഅമത്താണ് എന്ന തോന്നലുണ്ടോ? ആ വാഹനം ഉപയോഗിക്കുമ്പോഴോ അതിൽ സഞ്ചരിക്കുമ്പോഴോ അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടാകാറുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അപകടങ്ങളുടെ കാരണങ്ങളിൽ 90% റോഡ് അപകടങ്ങളോ വാഹനാപകടങ്ങളാണോ എന്ന് നമുക്കറിയാം. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ടും അവ ഒന്നുമല്ലാതായി തീരുന്ന ലോകത്താണ് നമ്മളുള്ളത് എന്നർത്ഥം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ,
നമ്മൾ മുസ്ലിമീങ്ങൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വാഹനവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, അള്ളാഹു പറയാ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിന് ആഹ്വാനം ചെയ്യേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്ന വഅദ്ദിഫ് ഫിന്നാസി ബിൽ ഹജ്ജി യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ. എല്ലാ വെലിഞ്ഞ ഒട്ടകപ്പുറത്ത് കയറിയാണെങ്കിൽ പോലും അവരവിടെ എത്തിക്കൊള്ളും എന്ന്. അപ്പൊ പ്രാചീന വാഹനങ്ങൾ ഒട്ടകങ്ങളൊക്കെ ആയിരുന്നു, കുതിരകളോ കഴുതകളോ ഒക്കെ ആയിരുന്നു എന്നർത്ഥം. ആ മൃഗങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലക്കും ഫീഹാ ജമാലുൻ ഹീന തുരീഊന വഹീന തസ്റഹൂൻ. നിങ്ങൾക്ക് അവയെ കാണുമ്പോൾ സന്തോഷമുണ്ടാകും. വതഹ്മിലു അസ്കാലക്കും ഇലാ ബലദിൻ ലം തകൂനു ബിബാലിഗിഹി ഇല്ലാ ബിശിഖിൽ അൻഫുസ്. നിങ്ങൾക്ക് ചുമക്കാൻ കഴിയാത്ത ഭാരങ്ങൾ നിഷ്പ്രയാസം ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ അവയെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം. അത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞെന്താ അറിയുന്നത്? ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് അങ്ങേയറ്റം കാരുണ്യവും വാത്സല്യവും ഉള്ളവനായതുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനത്തെ, നമ്മളെക്കാൾ എത്രയോ ആരോഗ്യവും എല്ലാമുള്ള തൂക്കവും വലുപ്പവും എല്ലാമുള്ള മൃഗങ്ങളെ നിഷ്പ്രയാസം നമുക്ക് കീഴ്പ്പെടുത്തി നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചത് നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അക്കാലത്ത് തന്നെ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ടല്ല പറഞ്ഞെന്തറിയോ? വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീന വയഖ്ലുഖു മാ ലാ തഅലമൂൻ. കുതിരകളും കഴുതകളും കോവർ കഴുതകളുമായി നിങ്ങൾക്കറിവുള്ളതും അറിവില്ലാത്തതുമായ ഒരുപാട് വാഹന സൗകര്യങ്ങൾ നിങ്ങൾക്ക് നാം ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഅ്ജിസത്തുകൾ പറയുന്ന കൂട്ടത്തിലല്ല പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഒരു കപ്പൽ ഉണ്ടായിരുന്നു. വലി സുലൈമാൻ റീഹ ഉദുവഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്റ. മറ്റുള്ള ആളുകൾ ഒരു മാസക്കാലം കൊണ്ട് യാത്ര ചെയ്തെത്തുന്ന ദൂരത്തേക്ക് അദ്ദേഹത്തിന് ഒരു പകൽ കൊണ്ടെത്താൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഒരു കപ്പലിനെ നാം അദ്ദേഹത്തിന് സംവിധാനിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ കഴുതയും കുതിരയും കോവർ കഴുതയും ഒട്ടകവും ഒക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് കാളയും പോത്തും വണ്ടിയും കാളവണ്ടിയും ഒക്കെ ആയിട്ട് മറ്റൊരു രൂപത്തിൽ നിലനിന്നിരുന്നു. അവിടെ നിന്നൊക്കെ പോന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അങ്ങനെ ഒരു വാഹനം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമ പണ്ട് കാലത്ത് തന്റെ കപ്പലിൽ കയറിയപ്പോ പറഞ്ഞൊരു പറച്ചെന്താണ്? വഖുർ റബ്ബി അൻസിൽനീ മുൻസലം മുബാറകൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. നമുക്ക് പലർക്കും ഇല്ലാത്ത ഒരു ചിന്ത, റബ്ബി അൻസിൽനീ മുൻസലം മുബാറകൻ. എന്റെ റബ്ബേ, ഈ മഹത്തായ വാഹനം, ഈ മഹത്തായ യാനം, കപ്പല്, ഇത് എന്റെ സൗകര്യത്തിനല്ല, ഇതെന്റെ ഇഷ്ടത്തിനല്ല, എന്റെ നിയന്ത്രണത്തിലല്ല, എന്റെ അധീനതയിലല്ല. റബ്ബേ, ഇത് എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കേണ്ടവൻ നീയാണ്. എനിക്കൊരു പ്രതീക്ഷയുള്ളത്, തേട്ടമുള്ളത്, ആഗ്രഹമുള്ളത്. അൻസിൽനീ മുൻസലം മുബാറകൻ. ഇതെവിടെ കൊണ്ടുപോയി അവസാനിക്കുകയാണെങ്കിലും ഇറങ്ങുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും അതൊരു ബറക്കത്തുള്ള നൃത്തമാക്കണേ റഹ്മാനെ. എന്നൊരു പ്രാർത്ഥന നോക്കാണേ. വഅൻത ഖൈറുൽ മുൻസിലീൻ. നമ്മളിത് ബ്രേക്ക് ചവിട്ടുമ്പോൾ നിന്ന് കൊള്ളണമെന്നില്ല. റബ്ബേ, ഇത് ഏറ്റവും നല്ല രൂപത്തിൽ തുടങ്ങുവാനും അവസാനിപ്പിക്കുവാനും നീയാണ് നല്ലത്. വഖുൽ ബിസ്മില്ലാഹി മജ്രിഹാ വമുർസാഹാ. അതുകൊണ്ട് നൂഹേ, അങ്ങനെ ഒരു അനുഗ്രഹം വേണമെങ്കിൽ ആ വാഹനത്തിൽ കയറുമ്പോൾ ഒരു പടച്ചോന്റെ പേരിൽ ഒരു ബിസ്മി ചൊല്ലണത്. പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ചോ കാണി, അങ്ങനെ സ്വഭാവം നമുക്കുണ്ടോന്ന്. വഖുൽ ബിസ്മില്ലാഹി മജ്രിഹാ വമുർസാഹാ. ഇതിന്റെ സഞ്ചാരവും ഇത് നിർത്തലും പാർക്കിങ്ങും സ്റ്റോപ്പിങ്ങും പടച്ചവനെ നിന്റെ നാമത്തിലാണ് എന്നൊരു ചിന്ത മുഅ്മിനീങ്ങളെ നമുക്കൊക്കെ ഉണ്ടാവേണ്ടതല്ലേ നോക്കാണി. കാരണം എന്താ അറിയോ? റബ്ബ് പറയണേ, റബ്ബുകുമുല്ലദീ യുസ്ജീ ലകുമുൽ ഫുൽക ഫിൽ ബഹരി തബ്തഗൂ മിൻ ഫളിഹി വഇന്നഹു കാന ബികും റഹീമാ. നിങ്ങളുടെ യാത്രാവാഹനങ്ങളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവൻ അല്ലാഹുവാകുന്നു. എന്തിനാണ്?
ലിതബ്തഗൂ മിൻ ഫളിഹി, റബ്ബിന്റെ നിഅമത്ത് ഭൂമിയിൽ അവിടെയും ഇവിടെയും ഒക്കെ സഞ്ചരിച്ച് കണ്ടെത്തുവാൻ വേണ്ടി, സമ്പാദിക്കുവാൻ വേണ്ടി അള്ളാഹു ഏർപ്പെടുത്തി തന്ന ഒരു നിഅമത്താണത്. ഇന്നഹു കാന ബികും റഹീമാ, അത് റബ്ബിന് നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ട് അള്ളാഹു നൽകിയ നിഅമത്താണ്. അതുകൊണ്ട് യാത്രക്കാർ ചെയ്യേണ്ടത് വതറൽ ഫുൽക മവാഖിറ ഫീഹി വലിതബ്തഗൂ മിൻ ഫളിഹി വലഅല്ലകും തശ്കുറൂൻ വലഅല്ലകും തശ്കുറൂൻ. അങ്ങനെ ഒരു വണ്ടി, അങ്ങനെ ഒരു വാഹനം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന റബ്ബായ തമ്പുരാനോട് നിങ്ങൾ നന്ദിയുള്ളവരാവണം. സുബ്ഹാനല്ലാഹ്. നോക്കണം, നിങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതുവരെ ഒരു തകർച്ച നേരിട്ടിട്ടില്ല. ഒറ്റ പറക്കലിന് നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ എത്തുന്ന വണ്ടിയാണ്. ഒരുപാട് കാലം പറന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്ന ഒരു സംഗതി എന്താ അറിയോ? പലപ്പോഴും ഫ്ലൈറ്റ് യാത്ര ശ്രദ്ധിക്കുന്നത്, വാഹനത്തിൽ കയറിയാൽ ആളുകൾ അതിനുള്ളിലുള്ള ഫോട്ടോ എടുക്കാൻ നിൽക്കും, അതിനുള്ളിൽ നിന്ന് വീഡിയോ ചെയ്യും, അതിനുള്ളിൽ നിന്ന് സെൽഫി എടുക്കും, ചുറ്റുപാടുകളിൽ എയർപോർട്ടും അവിടെയുള്ള വിമാനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കും. അതിനിടയിൽ പലപ്പോഴും വിമാനത്തിലെ ജീവനക്കാർ വിമാനത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദകളും സ്വീകരിക്കേണ്ടുന്ന മുൻകരുതലുകളും ഒക്കെ വിശദീകരിക്കുന്ന അവർ ആരുടെ ശ്രദ്ധയിൽ ഉണ്ടാവില്ല. നമ്മൾ അവിടെ ഇട്ട് പ്രാർത്ഥിക്കാനും പോകലില്ല. നമ്മൾ ഏതോ ഒരു ലോകത്താണ്. നമ്മൾ ആലോചിച്ച് നോക്കുകയാണ്, ഈ വിമാനയാത്രക്കാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെയൊക്കെ തന്നെയാണോ? നമ്മൾ നമ്മുടെ വീട്ടിലെ സൈക്കിളുമ്പോൾ കയറുമ്പോൾ നമ്മുടെ മക്കളെ എങ്ങനെ പറയാൻ പഠിപ്പിക്കലുണ്ടോ? നമ്മുടെ പിള്ളേർ നമ്മുടെ മോട്ടോർ സൈക്കിളുമ്പോൾ കയറുമ്പോൾ പറയാൻ പഠിപ്പിക്കലുണ്ടോ? അല്ല, നമ്മുടെ വീട്ടിലെ 4 ചക്ര വാഹനങ്ങൾ, 4 വീലറുകൾ, അത് വീട്ടാവശ്യത്തിനുള്ളതാണെങ്കിലും ജോലി ആവശ്യത്തിനുള്ളതാണെങ്കിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ചാവി അതിന്റെ കീ ഹോളിൽ നിന്നിടുമ്പോൾ ഒരു ബിസ്മില്ലാ പറയാൻ വലഅല്ലകും തശ്കുറൂൻ, ഒന്ന് ഒരു ഓർമ്മ വേണ്ടേ മുഅ്മിനീങ്ങളെ? ആലോചിച്ച് നോക്കാണ് നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പിന്നെയും അത് തന്നെ വജഅല ലക്കും മിനൽ ഫുൽകി വൽ അൻആമി മാ തർകബൂൻ, വാഹനങ്ങളായും കപ്പലുകളായും മൃഗങ്ങളായും നിങ്ങൾക്ക് സഞ്ചാര സൗകര്യങ്ങളുണ്ട്. എന്തിനാണെന്നറിയോ? ലിതസ്തവൂ അലാ ദുഹൂരിഹാ, നിങ്ങൾ അതിന് മുകളിൽ കയറി സഞ്ചരിക്കാൻ. അങ്ങനെ മുകളിൽ കയറിയാൽ സുമ്മ തദ്കുറൂ നിഅമത റബ്ബിക്കും, നിങ്ങൾക്ക് മാത്രമായി റബ്ബ് കീഴ്പ്പെടുത്തി തന്ന ആ ഒരു നിഅമത്തൊന്ന് ഓർത്തു വെക്കാൻ. ഓർക്കാറുണ്ടോന്ന് ആലോചിച്ചോളി അല്ലേ? ഇതസ്തവൈത്തും, നിങ്ങൾ അതിന് മുകളിൽ കയറിയിരുന്നാൽ സീറ്റ് കയറിയിട്ട ചാവി നിങ്ങളോട് കൊടുക്കുമ്പോൾ ഒരു ഓർമ്മ അല്ലേ? ഒരു ഓർമ്മ. ഇത് തിരിച്ചെത്തിക്കൊള്ളണമെന്നില്ല, ഇത് തൊട്ടപ്പുറത്ത് വണ്ടിക്ക് പോയി ഇടിച്ചുകൂടാതില്ല, ഞാൻ തിരിച്ച് പെരേക്ക് എത്തിക്കൊള്ളുന്നില്ല, ഞാൻ ചിലപ്പോ സുബഹി നിസ്കരിച്ചിട്ടില്ല, ആ ഒരു ഓർമ്മയില്ല. ഇവിടെ ഉണ്ടോ? അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് വത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളിലെ അക്രമികളെ മാത്രമായിട്ടല്ലാതെ പിടികൂടപ്പെടുന്ന പൊതുവായി അവരെ ഇറങ്ങി വരുന്ന ആപത്തുകൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അല്ലാഹു പറയാണ് വതഖൂലു സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ മുൻകലിബൂൻ. അല്ലാഹുവേ, ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന് നീയാകുന്നു പരിശുദ്ധൻ. ഇതിനെ നിയന്ത്രിക്കാനും കീഴ്പ്പെടുത്താനും ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ഞങ്ങളെ ചവിട്ടിയെടുത്ത് നിന്നുകൊള്ളണമെന്നില്ല. ഞങ്ങൾ ചവിട്ടിയാൽ നിന്നാലും ബാക്കിലെ വണ്ടിക്കാരന് ചവിട്ടി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പുറത്തെ നമ്മുടെ സ്റ്റിയറിംഗ് നമ്മൾ പിടിച്ചോടത്ത് കൂടി പോയിക്കൊള്ളണമെന്നില്ല. അതിന്റെ ബ്രേക്കോ മറ്റോ പൊട്ടിയോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊന്നും നമ്മൾ നോക്കലില്ല. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഇത് ഞങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ല. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ, ഇതെവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ മറിയുകയോ കത്തുകയോ അപകടത്തിൽപ്പെട്ട് ഞങ്ങൾ മരണപ്പെട്ടാലും വഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ, ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന് നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോ പറയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ സൂറത്ത് സുഖ്റഫിന്റെ 12, 13, 14 ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുക. നമ്മളെ കുട്ടിയേക്കോ നമ്മക്കോ ഇതിന് മതം പഠിക്കാൻ എവിടെ നേരം അല്ലേ?
നമുക്ക് ഖുർആൻ ഓതാൻ എവിടെയാ നേരം? ഹദീസ് പഠിക്കാൻ എവിടെയാ നേരം? ദീൻ എന്താണെന്ന് നോക്കാൻ എവിടെ നേരം? ജീവിക്കാൻ തന്നെ സമയം തികയണില്ല, പിന്നെയാണോ ഇപ്പൊ ഇതൊക്കെ നോക്കാൻ? എന്നിടത്തല്ലേ നമ്മൾ നിൽക്കുന്നത്? അതിനിടയിലാണ് തലയിൽ ഇടുത്തി വീഴുന്നത് പോലെ ആപത്തുകൾ വന്ന് മറിയുന്നത് എന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനത്തിൽ കയറിയാൽ യാത്ര തുടങ്ങുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിനപ്പുറം മറ്റു ചിലത് കൂടി പറയാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളൊരു തിരിച്ചറിവുള്ളവരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ആ ആയത്ത് ഒന്നുകൂടി നോക്കാണി. വലഖദ് കറംനാ ബനി ആദം. നാം അല്ലാഹുവിനാൽ ആദരിക്കപ്പെട്ടവരാണ്, മനുഷ്യവർഗം. അതിൽ തന്നെ മോമിനിങ്ങൾ അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരാണ്. ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടത് അള്ളാഹുവിലേക്കാണെന്ന് ഇടക്കേർക്ക് ആയിട്ട് പറയുന്നവർ നമ്മൾ മാത്രമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖല നമ്മുടെ വാഹനങ്ങളോ യാത്രകളോ സഞ്ചാരങ്ങളോ റോഡുകളോ ആണ് ഇന്നത്തെ കാലത്ത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ ചില മര്യാദകളും ഇസ്ലാമികമായ കാഴ്ചപ്പാടുകളും നിയമങ്ങളുമൊക്കെ സുന്നത്തുകളുമൊക്കെ ഉണ്ട്, ചില തിരിച്ചറിവുകളുണ്ട്. അതൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്താൻ, ജീവിതത്തിൽ ശീലിക്കാനും പാലിക്കാനും നമ്മൾ തയ്യാറാവണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم كما ربياني صغيرا. الحمد لله رب العالمين والعاقبة للمتقين وصلى الله وسلم على نبينا وحبيبنا وشفيعنا وصفينا ومولانا محمد الأمين وعلى آله وأزواجه الطاهرات أمهات المؤمنين وأصحابه الفائزين المجاهدين في سبيل الله ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. أما بعد أيها الإخوان اتقوا الله وكونوا عباد الله. അള്ളാഹുവിൻ്റെ വിനീത വിധേയരായ ഇഷ്ടദാസന്മാരായി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കുകയും പരിശ്രമിക്കുകയും നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടക്കാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരു യാത്ര എങ്ങനെയൊക്കെയാണ് നടത്തിയിരുന്നത് എന്നും എന്തെല്ലാമായിരുന്നു അവർ ശ്രദ്ധിച്ചിരുന്നത് എന്നുമൊക്കെ നമ്മളൊന്ന് കേവലമായി ഓർത്തു വെക്കുകയെങ്കിലും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു അൻ യഖ്റുജ ഫീ അവ്വലിൻ നഹാർ. പറ്റുമെങ്കിൽ പരമാവധി രാവിലെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം യാത്ര പുറപ്പെടാറായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്. സാഹചര്യത്തിനനുസരിച്ച് മാറാം, പക്ഷേ മുൻകൂട്ടി തീരുമാനിക്കുന്ന യാത്രകളാണെങ്കിൽ അത് രാവിലെ ആക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്. മാത്രമല്ല, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹിം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടുണ്ട്. രാവിലെ നടത്തുന്ന എൻ്റെ അനുയായികളുടെ, എൻ്റെ ഉമ്മത്തിൻ്റെ എല്ലാ നല്ല ഉദ്ദേശങ്ങളിലും അവർക്ക് ബർക്കത്ത് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. മറ്റൊന്ന് അയ്യക്കൂനുലഹും അമീറൻ. ഒന്നിലധികം ആളുകൾ, രണ്ടോ അതിലധികമോ ആളുകൾ യാത്ര പുറപ്പെടുമ്പോൾ അവരിൽ ഒരാൾ നേതൃത്വം ഏറ്റെടുക്കണം, അതിനൊരു നേതാവുണ്ടാവണം എന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. അതേപോലെ വീട്ടിൽ നിന്ന് പുറങ്ങുമ്പോൾ വയഖൂലു ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് അഷ്റഫുൽ ഖൽഖ് ചൊല്ലുമായിരുന്നു. അല്ലാഹുവേ, നിന്റെ നാമത്തിലാണ് ഞാൻ ഈ യാത്ര തുടങ്ങുന്നത്. ഞാൻ എന്നെയും എൻ്റെ യാത്രയിലെ ഉദ്ദേശവും നിന്നിൽ ഭരമേൽപ്പിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നിന്നെ കൊണ്ടല്ലാതെ ഞാൻ വിചാരിച്ചാൽ ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല, എനിക്കൊരു കഴിവും ശക്തിയുമില്ല നിനക്കല്ലാതെ എന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ പിശാച് പറയും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കൈഫ ബിറജുലിൻ ഖദ് കുഫീത വവുഖീത വഹുദീത. ഇയാളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയില്ല, ഇയാളുടെ കാര്യം അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു ഇയാളുടെ സംരക്ഷണവും ഏറ്റെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇയാളെ നമുക്ക് ഒഴിവാക്കി വിടാം എന്ന് പറയും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുന്ന ഒരാൾക്ക് തിരിച്ചു വീട്ടിലെത്തുന്നത് വരെ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്.
തിരിച്ചു വീട്ടിലെത്തുന്നത് വരെ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. പണം മുടക്കില്ല, സമയം മുടക്കില്ല, ഒരു മുടക്കില്ല. ഇത് പറയാൻ പക്ഷേ നമുക്ക് ചില മുടക്കുകളുണ്ട്. എന്താണ്? നമ്മളുടെ കാഴ്ചപ്പാടുകളും തിരിച്ചറിവുകളും ഒക്കെ, നമ്മുടെ ചിന്തകളുമൊക്കെ ഇതിനൊക്കെ നേർ വിപരീതമായി മറ്റേതോ ലോകത്ത്, മറ്റേതോ കാലത്ത്, മറ്റേതോ ഒരു സംസ്കാരത്തിൻ്റെ പിന്നിലാണ് നമ്മളുള്ളത് എന്നത് മാത്രമാണ് നമ്മുടെ തടസ്സം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, മക്കൾക്ക് പ്രത്യേകം ചൊല്ലിക്കൊടുക്കണം. വീട്ടിൽ നിന്ന് അവർ മദ്രസയ്ക്ക് ഇറങ്ങുകയാണെങ്കിലും, സ്കൂളിലേക്ക് ഇറങ്ങുകയാണെങ്കിലും, കളിക്കാൻ ഇറങ്ങുകയാണെങ്കിലും, കുളിക്കാൻ ഇറങ്ങുകയാണെങ്കിലും, അവരെവിടെ പോവുകയാണെങ്കിലും മക്കളെ സലാം പറഞ്ഞോ എന്ന് മാത്രമല്ല, മക്കളെ മോനെ മോളെ ബിസ്മില്ല പറയടാ, പറയടി ബിസ്മില്ല, തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറഞ്ഞ് ശീലിപ്പിക്കണം. പുറത്തിറങ്ങുമ്പോൾ പിന്നെ അവരിങ്ങോട്ട് ചോദിക്കും, ഉമ്മച്ചി ചൊല്ലിയിട്ടില്ലല്ലോ, ഇപ്പച്ചി ചൊല്ലിയിട്ടില്ലല്ലോ, ഉമ്മ എന്താ ചൊല്ലാത്ത്, ഇപ്പം എന്താ ചൊല്ലാത്തെന്ന് അവർ ഇങ്ങോട്ട് ചോദിക്കും. ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാവണം. അപകടങ്ങളിലും ആപത്തുകളിലുമുള്ള രക്ഷയ്ക്കുള്ള സിദ്ധൌഷധമായി, കവചമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മാർഗമാണത്. അത് സ്വീകരിക്കുക. മറ്റൊന്ന്, വാഹനത്തിൽ കയറിയോ അല്ലാതെ യാത്ര തുടങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർളാ اللهم هون علينا سفرنا هذا واطوي عنا بعده اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إني أعوذ بك من بعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل والولد. എവിടുന്ന് അതൊക്കെ കൂടെ പഠിക്കാൻ നേരം എന്ന് ചോദിക്കുന്നവരോട് മരിക്കണം എന്ന് ഓർമ്മയുള്ളവർക്ക് ഇതൊന്നും പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. എല്ലാ മത്സര പരീക്ഷകൾക്കും മക്കളെ തയ്യാറാക്കാൻ നടക്കുന്ന മാതാപിതാക്കൾക്ക് സ്വയം പഠിക്കാനും ഇത് മക്കളെ പഠിപ്പിക്കാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് നന്മയും ഈമാ തഖ്വയും നൽകണമേ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ, അല്ലാഹുവേ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരണമേ. വത്വി അന്നാ ബുഅദഹു, ഇതിലെ വിരസത യാത്ര ഞങ്ങൾക്ക് വളരെ ചുരുങ്ങിയതായി തോന്നിപ്പിക്കണമേ. ഈ യാത്രയിൽ വമിനൽ അമലി മാ തർള, നിനക്കിഷ്ടമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തതൊന്നും ചെയ്യാതിരിക്കാൻ, പടച്ചോൻ ഇഷ്ടപ്പെടാത്തതൊന്നും ചെയ്യാതിരിക്കാനും ഇഷ്ടപ്പെട്ടത് ചെയ്യാനുമുള്ള തൗഫീഖ് നൽകണമേ. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫി സഫർ, പടച്ചവനെ യാത്രയിൽ നീയാണ് ഞങ്ങളുടെ കൂട്ടുകാരൻ. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, ഞങ്ങൾ വരുന്നത് വരെ ഞങ്ങളുടെ വീടിന്റെ ഉത്തരവാദിത്വവും ഞങ്ങൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ബഅസാഇ സഫർ, പടച്ചവനെ യാത്രയുടെ വിരസതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. വകആബത്തിൽ മൻളർ, ഈ യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സങ്കടകരമായ കാഴ്ചകളൊന്നും ഇല്ലാതെ ആക്കണമേ. സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൽ ആരുടെയെങ്കിലും ഒരു പ്രാർത്ഥന അല്ലാഹ് കബൂൽ ചെയ്താൽ ഈ ആപത്തുകളൊക്കെ നീങ്ങിപ്പോകും, അല്ലേ? വകആബത്തിൽ മൻളർ, ഈ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു വരുന്നത് വരെ ദുഃഖകരമായ ഒരു കാഴ്ചയും കാണാൻ ഇടവരാതിരിക്കണമേ പടച്ചവനേ എന്നാണ് പ്രാർത്ഥന. വസൂഇൽ മുൻഖലിബി ഫിൽ മാലി വൽ അഹ്ലി വൽ വലദ്, പടച്ചവനെ ഞാൻ തിരിച്ചു വരുന്നത് വരെ എൻ്റെ മക്കൾക്കോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ സമ്പത്തിനോ ഒരു കേടുമില്ലാതെ കാത്തു രക്ഷിക്കണമേ എന്നുകൂടി ആ പ്രാർത്ഥനയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴാണ് മുസ്ലിം ആവുക? നമ്മൾ എന്താണ് യഥാർത്ഥ മുസ്ലിങ്ങളാവുക? നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളായതിൻ്റെ പേരിലോ, നമുക്ക് മറ്റ് പള്ളികളിലെ നമ്മുടെ പള്ളികളിലെ മഹല്ലത്തുകളിലെ അധിക ഭരണത്തിൽ നമ്മൾ പങ്കാളികളാണെന്നതോ, അവിടെ മെമ്പർഷിപ്പ് ഉണ്ട് എന്നതോ, നമ്മൾ 5 നേരം കൃത്യമായി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതോ, ഇതൊക്കെയാണോ നമ്മൾ മുസ്ലിമീങ്ങളാകുന്നു എന്നതിൻ്റെ ലക്ഷണമായിട്ടുള്ളത്? അതോ ഇത് മാത്രമാണോ? ഇതല്ലാതെ മറ്റൊന്നുമില്ലേ? ദീനായി പഠിക്കാൻ ഇതൊക്കെ കൂടെ ഇല്ലേ? വേറെയും ഒരുപാട് മേഖലകളില്ലേ? ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ, യാത്ര അവസാനിപ്പിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നിബിതങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, ആഇബൂൻ താഇബൂൻ ആബിദൂൻ ലിറബ്ബിനാ ഹാമിദൂൻ.
ആയിബൂന തായിബൂന ആബിദൂന ലിറബ്ബിന ഹമീദൂൻ. അല്ലാഹുവേ ഞങ്ങളിതാ മടങ്ങി വരുന്നു. എങ്ങനെ? പശ്ചാത്താപ വിവശരായി നിനക്ക് സ്തുതി പാടിക്കൊണ്ട്, ലിറബ്ബിന നിനക്കുള്ള ഇബാദത്തുകളിൽ ഒരു വീഴ്ചയും വരുത്താതെ ഞങ്ങളിതാ തിരിച്ചു വരുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കയറുക. ആ വന്ന വീട്ടുമുറ്റത്ത് വണ്ടി അവസാനിപ്പിച്ചാൽ വാഹനം പുറത്തുനിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൂടി അവിടുന്ന് പറയാറുണ്ടായിരുന്നു. മുഅ്മിനീങ്ങളെ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലാഹു നമ്മളെ അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ അറിയുക, നമ്മുടെ 10 ലക്ഷമോ 15 ലക്ഷമോ 1 കോടിയോ 1.5 കോടിയോ കൊടുത്ത വണ്ടിയല്ല, അതിന്റെ ടെക്നോളജിയല്ല നമ്മളെ അപകടങ്ങളില്ലാതെ കാത്തുരക്ഷിക്കുന്നത്. അള്ളാഹുവിന്റെ കൃപയാണ്, കടാക്ഷമാണ്, വാത്സല്യമാണ്, സ്നേഹമാണ്, അനുകമ്പയാണ്, കാരുണ്യമാണ്. അതിന് ആ ഓർമ്മയുണ്ടാകാനും അതിന് നന്ദി കാണിക്കാനും കൂടി നമ്മൾ തയ്യാറാവണം എന്നാണ് നമ്മളെ ഇന്നലെയുള്ള സംഭവം വരെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ഒരു തിരിച്ചറിവുള്ളവരായിരിക്കാൻ, ആ ഒരു നിലപാടുള്ളവരായിരിക്കാൻ, അള്ളാഹുവിന് ശുക്റുള്ളവരായിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, ദുർമരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുകയാണ് റഹ്മാനെ? നിന്റെ ഇഷ്ടക്കാരായി മരിക്കാൻ, മുത്തഖീകളായി മരിക്കാൻ, കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാൻ, തൗബയുള്ളവരായി കൊണ്ട് മരിക്കാൻ തൗഫീഖ് നൽകണമേ റഹ്മാനെ. ദീർഘായുസ് നൽകണമേ റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിന്റെ ഇഷ്ടക്കാരായി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സത്യവിശ്വാസികൾക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിക്കണമേ റഹ്മാനെ. ചെറുതും വലുതുമായ എല്ലാ ദുരിതങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ വഅഖ്നിനാ മിനൻ നാർ. അല്ലാഹുമ്മ നജ്ജിനാ മിൻ കുല്ലിൽ ഖുറൂബി വൽ ആഫാത്ത്. അല്ലാഹുമ്മ ആതിൽ ഉമറനാ വഹസ്സിൻ അമലനാ വഹസ്സിൻ عاقبة أمرنا يا رب العالمين. اللهم اجعلنا في عبادك الصالحين الشاكرين. اللهم اجعلنا في عبادك الصالحين الشاكرين. اللهم اجعلنا في عبادك الصالحين الشاكرين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.